ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, എബിനാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് കുറച്ച് ദിവസം ദുബൈയിൽ പോകേണ്ടി വന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ എബിൻ്റെ ആഗ്രഹങ്ങളിലൊന്നായ സ്കൈ ഡൈവ് ചെയ്തു. അപ്പം അതിനെക്കുറിച്ചുള്ളതായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എബിൻ്റെ അനുഭവമൊക്കെയാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പം എബിനോട് തന്നെ ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നു എന്നും. എങ്ങനെയായിരുന്നു എബിന്, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ എന്തൊക്കെ ചെയ്താൽ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതൊക്കെ ഒന്ന് പറഞ്ഞു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു ഇങ്ങനൊരു സംഭവം എന്നേലും ലൈഫിൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ ഭയങ്കര എളുപ്പമല്ലെന്നല്ല, സംഭവം വലിയ ടാസ്കൊന്നുമില്ല. പക്ഷെ അത് അവിടെ വരെ എത്താൻ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് കുറേ പേര് ചോദിച്ചത്, എങ്ങനെയാണ് ഇത് ചെയ്യുക, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ഉള്ളത് എന്നൊക്കെയുള്ളത്. അപ്പോൾ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും, പക്ഷെ സംഭവം വളരെ സിമ്പിളാണ്. ഓക്കെ, പക്ഷെ കാണുമ്പോൾ അങ്ങനല്ല തോന്നുന്നത്. ഞാനോണ്ടിരുന്നിട്ട് വിറയ്ക്കുന്ന മാതിരിയായിരുന്നു കണ്ടിട്ട്. ആക്ച്വലി നമ്മളവിടെ മേളിൽ പോയി ആ പ്ലെയിനിൽ ചാടുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മെയിൻ. നല്ല ഒരു വേറെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ലോകത്തിനെ കാണാം. നമ്മൾ ഈ ഡ്രോൺ പറത്തുമ്പോൾ ഡ്രോണിനകത്ത് നമ്മൾ പോയി ഇരുന്ന് കാണുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. നല്ല രസമാണ് സംഭവം. അങ്ങനെയായിരുന്നു, ലൈക്ക് കുറേ നാളുകൾ ആയിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പല സ്ഥലത്തും നമുക്കിതുപോലെ ഡൈവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പല പാക്കേജുകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് അവരുടെ സ്പോൺസേർഡ് ഒന്നുമല്ല, ജസ്റ്റ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ ദുബായിലോട്ട് പോയത് വർക്ക് സംബന്ധമായിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടായിരുന്നു ഇങ്ങനൊരു സംഭവം. എന്തായാലും അവിടം വരെ പോയില്ലേ, അപ്പോൾ ഇതോടെ ചെയ്ത് കളയാമെന്ന് കരുതിയിട്ടാണ് പോയത്. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം റിക്വയർമെൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ 100 കിലോയ്ക്ക് താഴെ ആയിരിക്കണം. ബോഡി മാസ് ഇൻഡെക്സ് 25 താഴെ ആയിരിക്കണം എന്നാണ് അവർ പറയുന്ന ആവറേജ് റേറ്റ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് പല പാക്കേജ് വരും. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സ്കൈ ഡൈവ് ചെയ്തിട്ട് വരാം. പിന്നുള്ള നമ്മുടെ കൂടെ ഒരു ക്യാമറാമാൻ കാണും. ഓക്കെ, അപ്പോൾ ഈ ക്യാമറാമാൻ കൂടെ നമ്മുടെ കൂടെ ചാടിയാണ് ഈ ഫുട്ടേജസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത്. ഓക്കെ, പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫി ക്യാമറ. നമ്മുടെ കൂടെ ഒരു ട്രെയിനർ കാണും. ആ ട്രെയിനർ ആയിരിക്കും നമ്മളെ കൊണ്ടുപോകുക. നമ്മൾ ആ ട്രെയിനറിൻ്റെ ഹാർനസിലായിരിക്കും അറ്റാച്ച് ആയിട്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കും ഒരുമിച്ച് ചാടുക. അവരുടെ കയ്യിലൊരു സെൽഫി ക്യാമറ ഉണ്ടാവും. അപ്പോൾ അതിലൂടെ വീഡിയോ ക്യാപ്ചർ ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷനൂടെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് എനിക്ക് വന്നത് 2,999 AED ആണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓൾമോസ്റ്റ് 68 to 70 അടുത്ത് വരും. ഓക്കെ, കാർഡ് യൂസ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ ഒരു 3% കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 70 അടുത്ത് എനിക്ക് ചിലവായിട്ടുണ്ട്. പക്ഷേ 70,000 അടുത്ത് ചിലവായിട്ടുണ്ട്. അപ്പോൾ വേറെ ചില വെബ്സൈറ്റ് ത്രൂ നമുക്ക് ചെയ്യാം. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കുറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ സ്കൈ ഡൈവ് ദുബായ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ സ്കൈ ഡൈവ് നടത്തുന്നത്. ഇത് നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ഡെസേർട്ടിൽ നമുക്ക് സ്കൈ ഡൈവ് ചെയ്യാം, അല്ലെങ്കിൽ പാം ജുമേറ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് സ്കൈ ഡൈവ് ചെയ്യാം. ഈ പാം ജുമേറയിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാം ഷേപ്പിലെ ഐലൻഡ് ദുബായിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അതെ, അവിടുത്തെ ആ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് സ്കൈ ഡൈവ് ചെയ്യുമ്പോൾ അവിടെ തന്നെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. അത് നമ്മുടെ ഡെസേർട്ടിനേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവാണ് ഈ ഐലൻഡിൽ സ്കൈ ഡൈവ് ചെയ്യുന്നതിന്. ഓക്കെ, അപ്പോൾ അത് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് അവിടെ തന്നെ എടുത്തത്. അല്ലെങ്കിൽ കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടി നമ്മൾ ഈ മരുഭൂമിയിൽ പോയി ചാടിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഓഫ്ലൈൻ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഓൺലൈൻ തന്നെ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ സ്കൈ ഡൈവ് ദുബായിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, രജിസ്റ്റർ ചെയ്ത് നമുക്ക് വേണമെന്ന ഒന്ന് പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി വേണം. പിന്നെ ജസ്റ്റ് അവരൊരു നമ്മളെ കൊണ്ടൊരു സംഭവം സൈൻ ചെയ്യിപ്പിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരെല്ലാം റെസ്പോൺസിബിൾ, നമ്മുടെ ഫുൾ റെസ്പോൺസിബിലിറ്റിയിലാണ് നമ്മൾ ചാടുന്നതെന്നുള്ള. അതിപ്പോൾ ഏത് നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്താലും ഇതുപോലെ ഒരു ഡിക്ലറേഷൻ അവർ സൈൻ ചെയ്യിപ്പിക്കും. ഓക്കെ, അവർ ക്ലെയിം ഫോം സൈൻ ചെയ്യിപ്പിച്ചിട്ട് അത് ചെയ്യിപ്പിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് ഒന്നെങ്കിൽ നമുക്ക് ഓൺലൈൻ തന്നെ അത് സൈൻ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ചെയ്യാം.
പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞ് ഭയങ്കര ട്രെയിനിങ് ഒക്കെ ആയിരിക്കും, ഒരു അരമണിക്കൂറെങ്കിലും അതിൻ്റെ പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമ്മുടെ ബാഗേജും കാര്യങ്ങളെല്ലാം ഒരു സാധനവും നമ്മുടെ പോക്കറ്റിൽ കാണരുതെന്നാണ് പറയുന്നത്. എല്ലാ സംഭവവും നമുക്കൊരു ലോക്കർ തരും. ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നത് തന്നെ, ഡ്രസ്സ് ഇടുന്നതും നമുക്ക് സ്പെസിഫിക് ആയിട്ട് അവർ പറയും. സ്പോർട്സ് ഡ്രസ്സ് എന്തെങ്കിലും ആയിരിക്കണം, ഭയങ്കര ലൂസായിട്ടുള്ള ആയിരിക്കരുത്. എന്നാൽ ഒത്തിരി ഇച്ചിരി നമുക്ക് സ്പോർട്സ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഉടുപ്പുള്ള ജീൻസ് അല്ലെങ്കിൽ ഷോർട്സ് അങ്ങനത്തെ സംഭവങ്ങൾ ഇടുക. അതുപോലെ തന്നെ ഷൂസ് ആയിരിക്കണം, മാൻഡറ്ററി ആയിട്ട് ഷൂസ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംഭവങ്ങളെല്ലാം ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ നമ്മളെ ടൈം ആകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന ടൈം സ്ലോട്ട് ഇത്ര പേരായിരിക്കും ഉണ്ടാവുക. എൻ്റെ കൂടെ ഒരു 6-7 ടീം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 6-7 പേര്. ഓക്കെ, ഓരോ ആൾക്കും ഒരു ട്രെയിനർ കാണും, ഒരു ക്യാമറാമാൻ കാണും. ഓക്കെ, എന്തായാലും നമ്മൾ ചാടുന്നതല്ലേ, ഈ ക്യാമറാമാൻ നമ്മുടെ കൂടെ ചാടിയാൽ അത്രയും സംഭവം നമുക്കത് എപ്പോഴും ഒരു മെമ്മറിയിൽ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് അത് ഫുൾ പാക്കേജിൽ തന്നെ ഞാൻ പോയത്. Kevin, welcome to Skydive. How are you today? I'm awesome. I'm so excited. This is one of my awaited bucket list that I'm going to check it off today. Amazing. So very much excited. Super happy, huh? Yeah. Someone special that you want to dedicate this jump? Family, friends, something to say for them? My family. To your family? Yeah. Amazing, brother. That's beautiful. You met your instructor, Rain. Yeah. Did you understand all the instructions? Yeah. Are you ready to skydive? Definitely. Any question? Yeah, nothing. Nothing? Super. So see you in the plane, man. അപ്പോൾ നമുക്കൊരു ട്രെയിനർ കാണും, ഒരു ക്യാമറമാൻ കാണും. ആദ്യം തന്നെ നമ്മുടെ ട്രെയിനർ വന്ന് നമുക്കൊരു 10 മിനിറ്റ് തികച്ചില്ല, ഒരു ചെറിയ ബ്രീഫ് വരും. എങ്ങനെ ആയിരിക്കണം അത് ചാടുമ്പോൾ, നമ്മുടെ പൊസിഷൻസ് എങ്ങനെ ആയിരിക്കണം, ലൈക്ക് എയറോപ്ലെയിനിൽ കയറുമ്പോൾ നമ്മുടെ ഹാർനസ് എല്ലാം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ട്രെയിനർ നമ്മളെ പിടിച്ചുകൊണ്ട് ചാടുമല്ലേ, അപ്പോൾ പുള്ളിക്ക് പ്രശ്നം വരാത്ത രീതിയിൽ എങ്ങനെ നിൽക്കാം, അത് കഴിഞ്ഞ് ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ പോസ്ചർ എങ്ങനെ ആയിരിക്കണം, വെറുതെ അങ്ങ് നിൽക്കാൻ പറ്റൂല, അത്രയും ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ ചാടുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെ വെക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും ഒരു പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ നിന്റെ കൈ ഇങ്ങനെ ഇതാക്കുന്നുണ്ടല്ലോ. പുള്ളി അവര് നമുക്ക് കമാൻഡ് തരുവാണ്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരൊരു സേഫ് സെക്ഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കയ്യിൽ തട്ടും, അപ്പോൾ ഉടനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും കാണിച്ചോ, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള, അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് തട്ടുന്നവരെ നമ്മൾ നമ്മുടെ ഹാർനസിൽ തന്നെ നമ്മുടെ കൈ എപ്പോഴും മുറുക്കി പിടിച്ചോണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയിന്റ് കഴിഞ്ഞ് പിന്നെ ഫ്രീ ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് എന്ത് കാണിച്ചാലും അവർക്ക് ഓക്കെയാണ്. അവർ ബാക്കിയെല്ലാം അത് കഴിഞ്ഞ് ബാലൻസ് ആയിക്കോളും. ഒരു ചെറിയ സാധനം അവർ മേളിലോട്ട് ഇടും, ഒരു ചെറിയൊരു ബലൂൺ പോലൊരു സാധനം, ഒരു പാരച്യൂട്ട് പോലൊരു സാധനം. മെയിൻ പാരച്യൂട്ട് അല്ല, ഒരു ചെറിയൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഫ്രീ ആക്കി തരുന്നത്. അത് കഴിഞ്ഞൊരു 20-30 സെക്കൻഡോളം നമുക്ക് ടൈമുണ്ട് ഈ ഫ്രീ ഫോളിന്. സെക്കൻഡ്. ആ ഫ്രീ ഫോൾ എന്ന് വെച്ചാൽ അവിടെ ആയിരിക്കും നമുക്ക് ആ ഗ്രാവിറ്റി, സീറോ ഗ്രാവിറ്റി ഫീൽ ചെയ്യുന്നത്. നമുക്ക് എന്തും ചെയ്യാം. ടോട്ടലി എത്ര സമയമുണ്ട് ഇത്? ടോട്ടൽ ഒരു 20 മിനിറ്റ് ഉണ്ട്. 20 മിനിറ്റ് നമ്മൾ അവിടുന്ന് ചാടി ഒരു 20 മിനിറ്റിനുള്ളിൽ താഴെ എത്തും. ആ ഒരു 10-20-30 സെക്കൻഡ് ആയിരിക്കും നമുക്ക് അവിടെ ഇരുന്ന് ആ ഫ്രീ ഫോൾ ആയിട്ടുള്ളത്. അതാണ് ഏറ്റവും രസം. ഏറ്റവും സത്യം പറഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലെയിനിൽ നിന്ന് ചാടുന്ന പോയിന്റ് ഉണ്ടല്ലോ, അപ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു രസം. അതെ, അത് ഭയങ്കര രസമാണ്. ആ ഒരു മൂമെന്റിൽ നമുക്ക് വരുന്നൊരു അഡ്രനലിൻ റഷ് എന്ന് പറയും, അഡ്രനലിൻ റഷ്. അപ്പോൾ ആ സംഭവം ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ആ പ്ലെയിനിൽ നിന്ന് നമ്മൾ ട്രെയിനർ പിടിച്ചിട്ട് നമ്മൾ രണ്ടുകൂടെ ഒരുമിച്ച് ചാടും. ഞാനിങ്ങനെ റൊട്ടേറ്റ് ആയിട്ടാണ് അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ആ ചാടുന്ന പോയിന്റ് നല്ല രസമാണ്. എന്തോ സംഭവിച്ചു എന്നുള്ളത് പിന്നെ നമ്മളെ കറക്റ്റ് ഇതിലെത്തി. പിന്നാണ് അവിടുന്ന് ആ താഴോട്ട് ചാടുന്നതും ആ വ്യൂ കാണുന്നതും ഏതാണ്ട് സ്വർഗത്തിൽ നമ്മൾ താഴോട്ട് വീഴുന്ന ഒരു ഫീലാണ്. നല്ല രസമാണ് ആ പോയിന്റ്. പിന്നെ ഇങ്ങനെ വെട്ടിക്കുന്ന മാതിരി നിങ്ങൾ താഴോട്ട് വരുന്നതുണ്ടല്ലോ. ആ 20 സെക്കൻഡ് 30 സെക്കൻഡ് എങ്ങാണ്ടുണ്ട് നമ്മൾ ഫ്രീ ഫോൾ ഉള്ള. ഇത് ചാടുന്നത് നമ്മൾ 13,000 ഫീറ്റിൽ നിന്നാണ് മേളിൽ നിന്ന് ചാടുന്നത്. ഓക്കെ, അവിടുന്ന് ചാടി അവർക്കറിയാം എത്ര ഫീറ്റ് കഴിഞ്ഞാൽ അവർക്ക് പാരച്യൂട്ട് ഓപ്പൺ ചെയ്യണമെന്നുള്ളത്.
ആ പാരച്യൂട്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതുവരെ നമ്മുടെ ചുറ്റിനും ആ ക്യാമറാമാൻ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, എന്തും ചെയ്യാം. ആ ഒരു പോയിന്റിൽ പാരച്യൂട്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് തിരിച്ചൊരു വലിവ് വരുന്നത്. അതാണ് ആ വീഴുന്ന സംഭവം. അപ്പോൾ തിരിച്ച് അത്രയും നേരം നമ്മുടെ ക്യാമറാമാൻ ചുറ്റിനും ഉണ്ടായിരുന്ന ഒരു പോയിന്റ് കഴിഞ്ഞ് നേരെ ക്യാമറാമാൻ താഴോട്ട് പോകും, നമ്മൾ മേളിലോട്ട് പോകും. അതൊരു രസമുള്ള പോയിന്റാണ്. നമ്മളിങ്ങനെ കിണറ്റിലോട്ട് വീഴുന്ന പോലെ മേളിലോട്ട് ആരും വലിച്ചോട്ട് പോകുന്നൊരു ഫീൽ വരും. അതൊക്കെ കാണുമ്പോൾ അങ്ങ് പേടിയാവും കേട്ടോ. കാണുമ്പോൾ പേടിയാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിരുന്നു. ലൈക്ക് ആ ചാടുന്നതിൽ ഒരു സെക്കൻഡ് പോലും മിസ്സാവരുത്, കണ്ണടയ്ക്കാതെ ഞാൻ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചുറ്റിനുള്ള ആ ലാൻഡ്സ്കേപ്പും ദുബായ് ആ ബിൽഡ് ചെയ്തേക്കുന്നത് ഭയങ്കര പ്ലാൻഡ് ആയിട്ട് അവർ കംപ്ലീറ്റ്ലി കാര്യങ്ങൾ ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണ്. മേളിൽ നിന്ന് പാം ഷേപ്പിലെ ഐലൻഡ്സും അവിടുത്തെ അതെല്ലാം റോഡുകളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ എല്ലാം അവർ ഫുള്ള് ബിൽഡ് ചെയ്ത് വെച്ചേക്കുവാണ് ആ മരുഭൂമിയിൽ. ഭയങ്കര രസമാണ് കാണാൻ മേളിൽ നിന്ന്. അപ്പോൾ നമ്മൾ അത്രയും നേരം താഴെ നിന്ന് കാണുമ്പോൾ അതെല്ലാം വലിയ ബിൽഡിംഗ് ആയിട്ട് തോന്നുമ്പോൾ ഇവിടുന്ന് മേളിൽ നിന്ന് കാണുമ്പോൾ അത് കുഞ്ഞു 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 കുത്തുകളാണ്. പക്ഷെ എല്ലാം നല്ല ഭയങ്കര ഡിസൈനിലാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യൂ ഭയങ്കര രസമാണ്. പിന്നുള്ള ഒരു ടൈം ഫുള്ള് നമ്മൾ പെതുക്കെ പാരച്യൂട്ടിൽ നിന്ന് ഇങ്ങനെ കറക്കി ഫുള്ള് കാണിച്ചുകൊണ്ട് ഇറങ്ങും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത് മെയിനായിട്ട്. Amazing. Like you guys are very lucky that you guys are flying every day. ലൈഫിൽ ഒരു വട്ടമെങ്കിലും ചെയ്യണം ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ്. മേളിൽ നിന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് തന്നെ മാറും. ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേൾഡ് ആൻഡ് loved it. Awesome, bro. Welcome to Skydive. You're one of us now. പിന്നെ ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചാൽ നേരെ പാരച്യൂട്ടിൽ നിന്ന് പ്ലെയിനിൽ കയറി മേളിലെത്തിയപ്പോൾ എൻ്റെ തൊട്ട് മുന്നേ ഇരുന്ന ഒരു പുള്ളി, അയ്യോ എബിനല്ലേ, എൻ്റെ കൂടെ 8ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വെച്ചാ കാണുന്നത്. പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല, അവൻ എൻ്റെ പേര് കണ്ടപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായി എബിനാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ഒരു വട്ടമെങ്കിലും ചെയ്യണം. ഞാൻ പണ്ട് സ്കൂബ ഡൈവ് ചെയ്തായിരുന്നു. അതും വേറൊരു എക്സ്പീരിയൻസാണ്. വെള്ളത്തിന് അടിയിൽ പോയി. അതുപോലെ തന്നെ അത് കോവളത്തായിരുന്നു. എന്തായാലും ലക്ഷദ്വീപ് പോകുമ്പോൾ അവിടെയും ചെയ്യണം. അവിടുത്തെ കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ അനുഭവങ്ങൾ അല്ലേ? അതെ, കൊള്ളാം അല്ലേ? ഇനി എന്തെങ്കിലും ബക്കറ്റിനകത്ത് ആഗ്രഹങ്ങളെല്ലാം കിടപ്പുണ്ടോ? ഇനിയാണ് ലഡാക്കിൽ പോകണം. അപ്പം ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. സ്വന്തമായിട്ട് ഇതുപോലെ എല്ലാവർക്കും ആഗ്രഹങ്ങളൊക്കെ കാണുമായിരിക്കും അല്ലേ? സ്വന്തമായിട്ട് അധ്വാനിച്ച് എല്ലാവരും പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക അല്ലേ? എല്ലാം നമ്മളിങ്ങനെ സമ്പാദിച്ചിട്ടിട്ടും കാര്യമല്ല, മനസ്സിൽ ഉള്ളതായ ആഗ്രഹങ്ങളും കൂടെ നമ്മൾ സാധിക്കണം. എനിക്കും ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഓരോരുത്തൊക്കെ പോകണമെന്ന്. അതെ, എൻ്റെ ഒരു പോളിസി ഇതായിരുന്നു. ലൈക്ക് എൻ്റെ പൈസ കൊണ്ടായിരിക്കണം ഈ ട്രാവലും കാര്യങ്ങളും നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് ഒരു ചെറിയ എമൗണ്ട് എനിക്ക് സേവ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഇതിലോട്ട് പോകുന്നത്. വേർത്താണ് ആ 70,000 നമ്മൾ കൊടുക്കുന്നതിൻ്റെ രൂപയും വേർത്താണ്. മേളിൽ നിന്ന് നമുക്ക് ചാടുമ്പോൾ കുറച്ച് സമയമുള്ളെങ്കിലും ആ പോകുന്ന സമയം ഭയങ്കര അടിപൊളിയാണ്. എന്നും നമ്മൾ ഓർത്ത് വെക്കും ആ മേളിൽ നിന്ന് ചാടുന്ന ഫീലും കാര്യങ്ങളും. അത് എന്താ പറയുക, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അപ്പം നമ്മൾ ദുബായി പോയാലും എവിടെ പോയാലും നമ്മൾ കറങ്ങണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക അല്ലേ? എപ്പോഴും നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട്, ഇപ്പം ദുബായി പോയാലും എബിനെല്ലാം ഒന്നും കാണാൻ പറ്റിയില്ല, അവന് പെട്ടെന്ന് ജോലി സംബന്ധമായിട്ട് പോയതായിരുന്നു. എന്നാലും കിട്ടിയതൊക്കെ കണ്ടില്ലേ? കുറച്ചൊക്കെ കാണാൻ പറ്റി. എല്ലാം ഒന്നും കാണാൻ പറ്റിയെന്ന് വരത്തില്ല. കുറച്ച് ടൈമിലാണ് കുറെ കറങ്ങാനൊക്കെ നോക്കി, കുറച്ചൊക്കെ കറങ്ങി. എല്ലാം ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുറേയൊക്കെ കണ്ടു. അതിൽ മെയിൻ എനിക്ക് ഇത് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എങ്ങ് പോയാലും പോയില്ലെങ്കിലും ഈ സ്കൈ ഡൈവ് മാൻഡറ്ററി ആയിരുന്നു. എങ്ങനെയും അവിടെ ചെല്ലണം, അത് ചെയ്യണം എന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ വരുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസമാണ് ഇതിന് ചാടാൻ പോയത്. അപ്പോൾ അതെപ്പോഴും ഒരു ഓർമ്മയിൽ എപ്പോഴും നിൽക്കും. അതെന്തായാലും എബിനെയും പ്ലാൻ ഇട്ടപ്പം തന്നെ ഞാൻ പറഞ്ഞു, രണ്ടുപേരുടെ നമ്പർ എനിക്ക് അയച്ചു തരണേന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, കൂടെ നിൽക്കുന്ന 2 പേരുടെ നമ്പർ അയച്ചേക്കുന്നത്. ഞാനും അവരുടെ അടുത്ത് പറഞ്ഞു, മമ്മി ഇങ്ങനെ 2 പേരുടെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോഡിയൊക്കെ എത്തിച്ചേക്കുന്നത്. ഒരു പൊടിയെങ്കിലും കിട്ടുന്നെങ്കിൽ വീട്ടിൽ കൊണ്ട് വരണ്ടേ? അങ്ങനൊന്നും അല്ല, അന്നേരം തൊട്ട് നമ്മുടെ ദൈവത്തെ വിളിയാണ്. കുഴപ്പമൊന്നും ഇല്ലാതെ ചാടാൻ പറ്റണം. പേടിയുള്ളവർക്ക് പേടി തോന്നുമായിരിക്കും. പക്ഷെ നമുക്ക് എൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റാത്തതെന്ന് നമുക്ക് തോന്നുന്നത് അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള രീതിയാണ്.
അപ്പോൾ ഹൈറ്റിനോട് എനിക്ക് വലിയ പേടിയില്ല, പക്ഷേ എങ്ങനെയും ആ സംഭവം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പേടിയുള്ളവർക്ക് ഒരു വട്ടം അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടി മാറും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇങ്ങനെയൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളിൽ സമ്പാദ്യശീലം ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുക അല്ലേ. ഒരു 10 കിട്ടുമ്പം 10 ചിലവാക്കാതെ 10 കിട്ടുമ്പോൾ ഒരു 5 സേവൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതെപ്പോഴും നമ്മൾ പേരൻസിനെ പിഴിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്വന്തമായിട്ട് അധ്വാനിക്കുക, സേവിങ്സൊക്കെ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഓരോരോ എക്സ്പീരിയൻസൊക്കെ നടത്തുക അല്ലേ പിന്നെ? ആണോ? എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഡിപ്പെൻഡ് ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അവന് സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്ന ഇത് വന്നപ്പോൾ അവന് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്, അവൻ സേവ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവരാണെങ്കിലും ഇപ്പോൾ അതിനകത്ത് ഏജ് ലിമിറ്റ് ഇല്ല കേട്ടോ. 60 വരെ എങ്ങാണ്ട് ഉള്ളവർക്ക് ഇപ്പം 3 വയസ്സിന് മേളിലാണോ 5 വയസ്സ് മേളിലാണോ കറക്റ്റ് എനിക്ക് നോക്കേണ്ടി വരും. ഒത്തിരി പൊടിപ്പിള്ളേരെ പറ്റത്തില്ലായിരിക്കും. മിനിമം ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതുതൊട്ട് ഒരു 60-70 വരെ ഉള്ളവർക്കൊക്കെ ഈ ഹാർട്ട് സംബന്ധമായിട്ടുള്ള വിഷയമുള്ളവർക്കൊക്കെയാണ് ബുദ്ധിമുട്ട്. ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്യൂ ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളെ ലൈഫിൽ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ കുറേ എപ്പോഴും പൈസ മാത്രം സമ്പാദിച്ച് ബാങ്കിലിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം റിട്ടയർ ആകുമ്പോൾ നമുക്ക് ഇതിന് പാന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാലും ആ സമയത്ത് നമുക്ക് ഹെൽത്ത് കാണത്തില്ല ഈ പറയുന്ന പോലെ എക്സ്പ്ലോർ ചെയ്യാനും. അപ്പോൾ കുറച്ച് സേവ് ചെയ്യുക, അതിൽ കുറച്ച് സംഭവം ഇതുപോലത്തുള്ള എക്സ്പീരിയൻസിനും കുറേ സ്ഥലങ്ങൾ കാണാനും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം അല്ലേ. കുറച്ച് ചാരിറ്റിക്ക്, കുറച്ച് ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതെ, ഇതെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത സ്ഥലത്തോട്ടും കാണാത്ത ആൾക്കാരിലോട്ടും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ചിന്താഗതി മാറും. ഇപ്പോൾ ദുബായിൽ ചെന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുവാണ്. അല്ലെങ്കിൽ അതുവരെ നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദുബായിൽ ചെന്നപ്പോൾ നമുക്ക് കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറേ അധികം കാര്യങ്ങൾ പിന്നെയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ട്രാവലൊക്കെ എപ്പോഴും നമ്മുടെ കണ്ണ് തുറക്കും കുറേ കാര്യങ്ങളിൽ. അപ്പോൾ ഓരോരുത്തർക്കും അവരവർ ചെയ്യുന്ന പരിപാടിയിലായിരിക്കും കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇത് എൻ്റെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഷെയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ സംസാരിച്ചതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറേ വീഡിയോസ് കാണിച്ചിരുന്നു ഇതിനെപ്പറ്റി. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ടാൻഡം സ്കൈഡൈവ് എന്നാണ്, ദുബായ് സ്കൈഡൈവ് എന്നാണ് അവരുടെ പേര്. അവരുടെ വെബ്സൈറ്റിനും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്ത് ചെയ്യാം. ഇവൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രൊമോഷനോ ഒന്നുമല്ല, അവർക്ക് പ്രൊമോഷൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കാരണം ഇഷ്ടംപോലെ പരിപാടികൾ ദിവസം പ്രതി നടക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ എബിൻ്റെ ഒരു അനുഭവം പറഞ്ഞു, ആ ഒരു സന്തോഷം എല്ലാവരുമായിട്ടൊന്ന് പങ്കു ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം കയറി കണ്ടു കഴിഞ്ഞു അല്ലേ. ഞങ്ങളുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ ജസ്റ്റ് അത് ഞാൻ ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എത്രമാത്രം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞങ്ങൾ രണ്ടുപേരും ബൈ.